ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ABL വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്സ്. അപ്പോൾ ഡാസ്ലർ നമുക്ക് അയച്ചു തന്നിട്ടുള്ള 4 ലിപ്സ്റ്റിക് ഷെയ്ഡ്സിൻ്റെ റിവ്യൂ, അതിൻ്റെ കളർ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാസ്ലറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 4 ലിപ്സ്റ്റിക് ഷെയ്ഡും ഒരു ഐലൈനറും ആണ്, പെൻ ഐലൈനർ. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് DLC 025 ആണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റിവ്യൂ, ഇതിൻ്റെ ഷെയ്ഡ് നമ്മൾ മാത്രമല്ല ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വന്നിട്ട് അതുമായി ഏകദേശം ഒരു സെയിം പോലെ തോന്നിക്കുന്ന ഒരു ഷെയ്ഡാണ് DLC 044 എന്ന് പറയുന്നൊരു ഷെയ്ഡ്. അടിപൊളി ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി ഷെയ്ഡ്, ഒരു പക്ക ന്യൂഡ് ഷെയ്ഡാണ് ഇത് വരുന്നത്. എന്താ പറയുക, നമ്മൾ ലിപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അറിയത്തേയില്ല. ഞാൻ ഇത് ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പിക്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. നമുക്കിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം നമുക്ക് അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ അതിട്ട് അതിൻ്റെ ഒരു പിക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊടുത്തേക്കാം. അടിപൊളി ഷെയ്ഡ്. ഇതെനിക്ക് ഫസ്റ്റ് തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അയച്ചു തന്നിട്ടുള്ള 4 ഷെയ്ഡും സൂപ്പർ ഷെയ്ഡുകളാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ സെലക്ട് ചെയ്തതല്ല ഈ ഷെയ്ഡൊന്നും, അവർ തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ തന്നെ അയച്ചു തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ അടിപൊളി ഷെയ്ഡുകളാണ് 4ഉം. പിന്നെ DLC 025 എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ഷെയ്ഡാണ് ഇത്. വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് കേട്ടോ. DLC 044 എന്ന് പറയുന്ന ഷെയ്ഡ് സൂപ്പർ ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോൺസിനും ചേരുമെന്ന് ചോദിച്ചാൽ എല്ലാ സ്കിൻ ടോൺസിനും ചേരുമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും എല്ലാ സ്കിൻ ടോണിനും ഇത് ഇച്ചിരി ചേർച്ച കുറവുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ളൊരു സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് അധികം സ്യൂട്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് സെറ്റാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് DLC 025 എല്ലാ സ്കിൻ ടോൺസിനും ചേരും. പക്ഷെ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ഡാർക്ക് സ്കിൻ ടൈപ്പിന് ഇത് രണ്ടും ചേരുന്നില്ല കേട്ടോ. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത്, രണ്ടും ചേരുന്നില്ല. പക്ഷെ ഇത് നമുക്ക് കുറച്ച് ഫെയർ ആയിട്ടുള്ള സ്കിന്നിന് ഭയങ്കര സൂപ്പറാണ്, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ 007 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അതിന് മുന്നേ ഞാനിത് ജസ്റ്റ് ഒന്ന് കയ്യിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കളറ്, സ്മെല്ല് വന്നിട്ട് സാധാരണ നമ്മുടെ ആ ഒരു ടോണിക്കിന്റെ സ്മെല്ല് തന്നെയാണ്. പക്ക ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ഷെയ്ഡാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. പിന്നെ വന്നിട്ട് DLC 007 എന്ന് പറയുന്ന ഷെയ്ഡ്. ഇത് വന്നിട്ടും ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡാണ്, പക്ഷെ നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും എല്ലാ സ്കിൻ ടോൺസിനും ചേരില്ല. ഇച്ചിരി ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺസിന് അടിപൊളി ഷെയ്ഡാണ്. ഇതിൻ്റെ ഞാൻ ഫോട്ടോ ഉണ്ട് കേട്ടോ, ഞാനത് സൈഡിൽ കൊടുത്തേക്കാം. അടിപൊളി ഷെയ്ഡാണ്. പിന്നെ വന്നിട്ടുള്ളത് 012 DLC 012. ഇത് കുറച്ച് ഡാർക്ക്. ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത് ഇതാണ്, ഈ ലിപ്സ്റ്റിക് കേട്ടോ. ഇതിൻ്റെ പക്ഷെ സ്മെല്ല് വന്നിട്ട് നമ്മുടെ ടോണിക്കിൻ്റെ സ്മെല്ലല്ല കേട്ടോ, വേറൊരു ഇച്ചിരിയുടെ ലേറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. പക്ഷെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്ന സ്മെല്ലല്ല, എന്നാലും അത്യാവശ്യം ഒരു ബീട്രൂട്ടിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് ഇത് വന്നിട്ട്. ഇത് നമുക്ക് അടിപൊളി, ഇത് എല്ലാ സ്കിൻ ടോൺസിനും അത്യാവശ്യം പോകും കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്കാണ് ഇത്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് 1-2 സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇത് ഒറിജിനലാണോ അല്ലയെന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് എങ്ങനെ കിട്ടി, ആർക്കൊക്കെ കിട്ടും, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ കറങ്ങുന്നുണ്ട്. എന്നിരുന്നാലും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ നിങ്ങളുടെ വിലയേറിയ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതിനെല്ലാം ഞാൻ
റീപ്ലേയും തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.